വരെ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ദിവസമാണ് മൈസൂരിലുള്ളത്. ആദ്യത്തെ ദിവസം വളരെ അടിപൊളിയായിട്ട് തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഏറെക്കുറെ നമ്മൾ പ്ലാൻ ചെയ്ത മാതിരിയൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സെക്കൻഡ് ഡേ അതുപോലൊരു പ്ലാനൊക്കെ ഉണ്ടാക്കിയെങ്കിലും ആ പ്ലാനൊന്നും വർക്കൗട്ടായില്ല. നമ്മൾ എഴുന്നേൽക്കാൻ തന്നെ വൈകി. ഒരു 7 മണിയോടെയെങ്കിലും റൂമിൽ നിന്നെല്ലാം സെറ്റായി പുറത്തിറങ്ങണം എന്നാണ് വിചാരിച്ചത്. പക്ഷെ അതൊന്നും നടന്നില്ല. നമ്മളൊരു 8:30 ഒക്കെ കഴിഞ്ഞപ്പോഴാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ലേറ്റ് ആയതുകൊണ്ട് തന്നെ സാത്തിക്ക് വേണ്ട ബ്രേക്ക്ഫാസ്റ്റ് റൂമിൽ വരുത്തിച്ച് കൊടുക്കുകയാണ് ഉണ്ടായത്. ഇനി നമുക്ക് എവിടെ നിന്നെങ്കിലും കഴിക്കാമല്ലോ എന്നുള്ളൊരു പ്ലാനിങ്ങോടെയാണ് നമ്മുടെ യാത്ര. ഇറങ്ങുമ്പം തന്നെ നമ്മളിന്ന് പോകുന്ന സ്ഥലത്തിനെ കുറിച്ചുള്ള ചെറിയൊരു ഐഡിയ ഒക്കെ റിസപ്ഷനിൽ നിന്ന് കിട്ടിയിരുന്നു. അവർ പറഞ്ഞ പ്രകാരം നമുക്കിവിടെ ബസ്സിലും അതേപോലെ തന്നെ ഓട്ടോയിലും പിന്നെ ക്യാബോ വിളിച്ചൊക്കെ പോകാവുന്നതാണ്. ക്യാബ് വേണ്ടിക്കൽ അവർ തന്നെ അറേഞ്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. പക്ഷെ അത് വേണ്ട, ഞങ്ങൾ ബസ്സിൽ പോകാമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നത്തെ നമ്മളെ യാത്ര. അപ്പോൾ ഇന്നലെ പോയ അതേ വഴികളിലൂടെ തന്നെയായിരുന്നു ഇന്നും നമുക്ക് പോകേണ്ടിയിരുന്നത്. ഇപ്പോഴിതാ നമ്മൾ സൂവിൻ്റെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. പണ്ട് ഞാൻ വന്നപ്പോൾ ഇതായിരുന്നു സൂവിലേക്കുള്ള എൻട്രൻസ്. പക്ഷേ ഇന്നങ്ങനെയല്ല. ഇന്ന് മറ്റൊരു രീതിയിലാണ് നമ്മൾ സൂവിലേക്ക് പോകുന്നത്. അത് നമ്മുടെ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം എവിടെയാണെന്നല്ലേ, അത് മൈസൂരിൽ നിന്നും ഏകദേശം ഒരു 13 കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ചാമുണ്ഡി ഹിൽ ടെമ്പിൾ. ഇന്നത്തെ യാത്ര അവിടത്തേക്കാണ്. അമ്പലത്തിലേക്കുള്ള യാത്രയായതുകൊണ്ട് തന്നെ നേരത്തെ പോവുകയാണെങ്കിൽ പെട്ടെന്ന് ദർശനമൊക്കെ കഴിഞ്ഞ് താഴെ ഇറങ്ങാമെന്നുള്ളൊരു പ്ലാനായിരുന്നു. ആ പ്ലാനൊക്കെ 8 നില പൊട്ടിയത് കൊണ്ട് തന്നെ ഇനി എന്തായിരിക്കും അവസ്ഥ എന്ന് നമുക്ക് അവിടെ ചെന്നിട്ടറിയാം. നമ്മൾ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഇന്ന് ബസ്സിലാണ് പോകുന്നതെന്ന്. പിന്നെ നമ്മൾ എങ്ങനെ ഈ ഓട്ടോയിലെത്തി, അതല്ലേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. വാ ഉത്തരം തരാം. അതായത് നമ്മൾ ബസ്സിൽ തന്നെയാണ് പോകാൻ വിചാരിച്ചത്. അങ്ങനെ വിചാരിച്ചുകൊണ്ട് അവിടെ ചെന്നപ്പോഴാണ് അറിയാൻ പറ്റിയത് നമ്മൾ എത്തുന്നതിൻ്റെ തൊട്ട് മുന്നെയാണ് ബസ് പോയത്. ഇനി അടുത്തൊരു ബസ് വരണ്ടെങ്കിൽ 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ ഒക്കെ ആവും. അത്രയും സമയം വീണ്ടും വേസ്റ്റ് ചെയ്യണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് കിട്ടിയൊരു ഓട്ടോയിൽ പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഞങ്ങൾ ചാമുണ്ഡി ഹിൽസിലേക്ക് ഉള്ള യാത്ര വീണ്ടും ഓട്ടോയിൽ അങ്ങ് തുടരുകയാണ് ഉണ്ടായത്. ആദ്യമൊക്കെ കുറച്ച് വിഷമമൊക്കെ ഉണ്ടായി, കാരണം ബസ് പോകാമെന്നൊക്കെ വിചാരിച്ചതല്ലേ എന്ന് വെച്ചിട്ട് ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതങ്ങ് മാറി. ആ യാത്ര ഞങ്ങൾ ആ സങ്കടം അപ്പാടെ അങ്ങ് മാറ്റി തന്നു എന്ന് പറയാം. അത്രയും അടിപൊളിയൊരു യാത്രയായിരുന്നു. ഈ ഓട്ടോ ചേട്ടന് മലയാളം അറിയില്ല, ഞങ്ങൾക്ക് കന്നഡ അറിയില്ല. എങ്കിലും നല്ലൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. അമ്പലത്തിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അതേപോലെ തന്നെ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് നല്ല കംഫർട്ടബിളായിട്ടാണ് നമ്മളെ കൊണ്ടുപോയത്. പിന്നെ ഈ റോഡ് പറയുകയാണെങ്കിൽ നല്ല അടിപൊളി റോഡാണ്. ഈ കുണ്ടും കുഴിയും അങ്ങനത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു റോഡായിരുന്നു. വൃത്തിയുള്ള റോഡായിരുന്നു. അതേപോലെ തന്നെ വലിയ വലിയ ഹെയർ പിൻ വളവുകളോ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു മലകയറ്റം സൂപ്പറായിരുന്നു. നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയതായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ചേട്ടൻ തന്നെ ഞങ്ങൾക്ക് ഒരിടത്ത് നിർത്തി തന്നു. നല്ല വ്യൂ ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നിർത്തി തന്നു. ആ ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്ന് കാണാനുള്ള സൂപ്പറാട്ടോ, അടിപൊളിയാണ്. ഈ ഒരു 9:30 ടൈം ആയപ്പോഴും ഇവിടെ നല്ലൊരു കാറ്റൊക്കെ ഉണ്ടായിരുന്നേ. നമുക്കങ്ങനെ എന്താ പറയുക, ആ ഒരു ലേറ്റായി എന്നുള്ളൊരു ഫീലൊന്നും ഇല്ലായിരുന്നു. അത്രയും നല്ല രസമുണ്ടായിരുന്നു അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ട്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഹൈറ്റ് നല്ല പേടിയാട്ടോ. പക്ഷേ എന്നാൽ ഇവിടെ നിന്ന് ഈ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഒരു രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മതിലുണ്ട്, അതുകൊണ്ട് അങ്ങോട്ട് വീഴുന്നുള്ള പേടിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ നമ്മളിതാ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചേട്ടൻ ഇനി ഞങ്ങൾ ഇവിടെ ഡ്രോപ്പ് ചെയ്ത് പോവും. ഇനി നമുക്ക് തിരിച്ചു പോകാൻ ഇതുപോലെ ആരെങ്കിലും വന്ന ഓട്ടോവോ അല്ലെങ്കിൽ ബസ്സോ കിട്ടും. അങ്ങനെ തിരിച്ചു പോകാമെന്നുള്ള ഒരു പ്ലാനോട് കൂടിയാണ് ഞങ്ങൾ ഓട്ടോ ചേട്ടന് ബായും പറഞ്ഞിട്ട് അമ്പലത്തിലേക്ക് പോകാമെന്ന്. അങ്ങനെ ഇതാ നമ്മളവിടെ ചെല്ലുമ്പം തന്നെ അവിടെ വലിയൊരു ക്യൂ ഉണ്ട് വാഹനങ്ങൾ. ഇത് പുറത്തുനിന്നുള്ള ക്യൂ മാത്രമാണ്. ഇനി അകത്ത് ഒരുപാട് വാഹനങ്ങൾ നിർത്തി വെച്ചിട്ടുണ്ട്. നല്ല പാർക്കിംഗ് സൗകര്യമുള്ള അമ്പലമാട്ടോ. ഒരുപാട് വാഹനങ്ങളൊക്കെ നിർത്തി വെക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് എങ്ങോട്ടേക്ക് പോകണമെന്ന് കൃത്യമായിട്ട് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ എത്താനൊന്നും വലിയ പ്രശ്നമില്ലേനും. പക്ഷേ ഇവിടെ എത്തിയാൽ നിങ്ങളൊന്ന് സൂക്ഷിക്കുക. ഈ നിൽക്കുന്നവരുണ്ടല്ലോ, അവർ നിങ്ങളെ നല്ല രീതിയിൽ പറ്റിക്കും. ഞങ്ങളൊന്ന് പറ്റിക്കപ്പെട്ടതാണ്. അതായത് അവരെ കയ്യിലൊരു തട്ടൊക്കെ കാണുന്നില്ലേ, ആ തട്ട് അവർ നമ്മളെ കൊണ്ട് വാങ്ങിപ്പിക്കും. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളോട് അവർ പറഞ്ഞ് ചെരുപ്പൊന്നും ഇടാൻ പാടില്ല, മേലോട്ടേക്ക് പോകുമ്പോൾ ചെരുപ്പിട്ട് പോകരുത്, ചെരുപ്പ് ഇവിടെ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു സ്പേസ് തന്നു ചെരുപ്പ് വെക്കാൻ. അപ്പോൾ നമ്മൾ ചെരുപ്പ് വെച്ചു. ചെരുപ്പ് വെച്ചിട്ട് അപ്പം പിന്നെ അവർ വേഗം നമുക്കൊരു തട്ട് തന്നു. എന്നിട്ട് പറഞ്ഞു ഇന്ന് പ്രത്യേക പൂജയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് ആ തട്ട് അവർ വാങ്ങിപ്പിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ചെന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ചെരുപ്പൊക്കെ ഇട്ട് അങ്ങോട്ട് പോകാവുന്നതേ ഉള്ളൂ. മുകളിൽ അത് വെക്കാനൊക്കെയുള്ള സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്.
പിന്നെ നമ്മൾ ആ തട്ടും കൊണ്ട് അങ്ങ് പോയി. അങ്ങനെ മുകളിലെത്തിയപ്പോഴാണ് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കരിമ്പിൻ ജ്യൂസ് കണ്ടത്. ഞങ്ങൾ 3 പേരും ഇതിൽ അഡിക്റ്റാണ്. ഞങ്ങൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആ ഒരു കരിമ്പിൻ ജ്യൂസായിരുന്നു, വേറൊന്നും തന്നെ കഴിച്ചിട്ടില്ല. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലത്തെ ഒരുപാട് കടകളുണ്ട്. പിന്നെ ഒരുപാട് സ്റ്റെപ്പുകളാണ്, കുറച്ച് സ്റ്റെപ്പുകൾ കയറാനുണ്ട്. എനിക്ക് ആദ്യം കണ്ടപ്പോൾ ഒന്ന് ഞെട്ടിയിട്ടുണ്ട്, കാരണം ആ ഒരു സ്റ്റെപ്പിനൊക്കെ കയറാൻ പറ്റുമെന്ന്. ഒന്നും കൊണ്ടല്ല, എനിക്ക് ചെറിയൊരു സർജറിയൊക്കെ മുട്ടിന് കഴിഞ്ഞതാണ്. അപ്പോൾ കുറച്ചധികം സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ചെറിയൊരു വേദനയൊക്കെ വരും. അപ്പോൾ ഇന്നത്തെ ഹോൾ ഡേ പെയിൻഫുൾ ആവുമോ എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ദേവീൻ്റെ അനുഗ്രഹം കൊണ്ട് വേദനയൊന്നും ഉണ്ടായില്ല. നല്ല രീതിയിൽ തന്നെ മല കയറി ചെല്ലാനൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ചെന്നപ്പോൾ വലിയ ക്യൂ ആയിരുന്നു. അവിടെ ചോദിച്ചറിഞ്ഞപ്പോൾ പറഞ്ഞത് ഒരു 4-4.5 മണിക്കൂറെങ്കിലും എടുക്കും ദർശനം കിട്ടാൻ വേണ്ടിയിട്ടെന്ന്. സൺഡേ ആയിരുന്നു, നല്ല തിരക്കായിരുന്നു. പിന്നെ ദസറ അടുത്തതായിരുന്നു, അതായിരുന്നു മെയിൻ. ദസറ അടുത്തതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അമ്പലത്തിൽ. അത്രയും സമയം എനിക്ക് ക്യൂവിൽ നിൽക്കാൻ പറ്റില്ല, കാരണം എൻ്റെ കാലിന് ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി എനിക്ക് ഒരു സർജറി കഴിഞ്ഞുകൊണ്ട് കുറേ സമയം നിൽക്കുക എന്ന് പറഞ്ഞത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് റഷായിട്ട് ഉള്ള സ്ഥലങ്ങളിൽ നിൽക്കുമ്പോൾ കുറച്ച് പെയിൻ, അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലൊക്കെ ഉണ്ടാവുമല്ലോ, അത് ചിലപ്പോൾ എനിക്കത്ര പറ്റണമെന്നില്ല. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് നന്നായിട്ട് തൊഴുതു. ഇനി അടുത്തൊരു വരവിൽ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ പറ്റണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങിയത്. ഇനി ഈ അമ്പലത്തിനെക്കുറിച്ച് അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ പറയാം. മൈസൂരിൽ നിന്നും ഏകദേശം 13 കിലോമീറ്റർ അകലെയായിട്ടാണ് ചാമുണ്ഡി ഹിൽ ടെമ്പിൾ സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3300 അടി ഉയരം. കർണാടകയിലെ ജനങ്ങൾ ചാമുണ്ഡേശ്വരിയെ നാദദേവി എന്നാണ് വിളിക്കുന്നത്, അതായത് സംസ്ഥാന ദേവത. മഹിഷാസുരൻ ഭരിച്ചിരുന്ന ഈ കുന്നിൻ മുകളിലാണ് ദുർഗാദേവി അസുരരാജാവിനെ വധിച്ചതെന്ന് ഐതിഹ്യം. പിന്നീട് ഈ സ്ഥലം മഹിഷൂരു എന്നറിയപ്പെട്ടു. ശേഷം ബ്രിട്ടീഷുകാർ ഇതിനെ മൈസൂർ എന്ന് ആംഗലേയവൽക്കരിച്ചു. ഇവിടെ ആഘോഷിക്കുന്ന പ്രധാന ഉത്സവം നവരാത്രിയാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഫോട്ടോ ഒക്കെ എടുത്ത് താഴേക്ക് വരുമ്പോൾ ഒരു ഓട്ടോ, ഞങ്ങൾക്ക് തിരിച്ചു പോകുന്നൊരു ഓട്ടോ കിട്ടി. അങ്ങനെ ഈ ഓട്ടോ ചേട്ടൻ നിന്ന് ഞങ്ങൾ ഈ ഒരു സ്പോട്ടിൽ കൊണ്ടെത്തിച്ചത്. ഇവിടെ അടിപൊളിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്നു. ഈ ഒരു ബൈനോക്കുലറിലൂടെ നല്ലൊരു വ്യൂ ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെയ്തു. പക്ഷേ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കരുത്, അവർക്കത് അത്രത്തോളം മനസ്സിലാവണമെന്നില്ല. മുതിർന്നവർ ചെയ്യുകയാണെങ്കിലൊക്കെ, കുട്ടികൾ നോക്കുകയാണെങ്കിൽ കറക്റ്റ് കാര്യങ്ങളൊന്നും കാണാനോ അങ്ങനെ ഒന്നാമത് സാധിക്ക് എത്തുന്നില്ലേനും, അതാണ് പ്രോബ്ലം. അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ അവിടെയൊക്കെ നിന്നു. പിന്നീടാണ് ഞങ്ങൾക്ക് തിരിച്ചു പോകുന്ന വഴിക്കാണ് അവിടുന്ന് ഓട്ടോയിൽ ഉണ്ടായിരുന്നവർ പറഞ്ഞു, നിങ്ങൾക്ക് ഒരു 100 രൂപ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വേറൊരു ക്യൂ ഉണ്ടായിരുന്നു, ആ ക്യൂവിൽ നിന്ന് ഒരു മണിക്കൂറൊക്കെ കൊണ്ട് ദർശനം കിട്ടുന്ന ക്യൂ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ എന്തോ ഞങ്ങൾക്ക് അവിടെ വെച്ചിട്ട് അതിനെപ്പറ്റി അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു വരവിൽ അകത്ത് കയറി തൊഴാനോ ദേവിയെ കാണാനോ ഒന്നും തന്നെ പറ്റിയില്ല. പുറത്തുനിന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. ഇനി അടുത്തൊരു വരവിൽ ദേവിയെ കാണാനും തൊഴാനൊക്കെ പറ്റണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് മടക്കം. അതങ്ങനെയാന്ന് പണ്ടാരോ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. നമ്മൾ ദൈവത്തിനെ കാണാനും തൊഴാനും ആഗ്രഹിക്കുമ്പോഴല്ല, നമ്മളെപ്പോഴാണോ അവിടത്തേക്ക് ചെല്ലണമെന്ന് അവരാഗ്രഹിക്കുമ്പോൾ അപ്പോഴും മാത്രമേ നമുക്ക് അവരെ കാണാൻ സാധിക്കൂ എന്നുള്ളത്. ഇത്തവണത്തെ ഈ യാത്രയിലും എനിക്കങ്ങനെ തന്നെയാണ് തോന്നുന്നത്. ഇനിയും ഇവിടെ വരാനുള്ള ഒരു കാരണമായി ഇരിക്കാം ഇത്. ഇനിയും ഇവിടെ വരാൻ പറ്റണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഒരു പ്രാർത്ഥനയോടെ ഞങ്ങളിതാ ഇവിടുന്ന് മടങ്ങുകയാണ്. നമ്മളെ വീഡിയോ കണ്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.